പശ്ചിമേഷ്യയിലെ യുദ്ധമേഖങ്ങൾ വീണ്ടും കനക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ ഭരണ പരിവർത്തന നീക്കങ്ങൾ നടത്തുകയാണെന്ന ആരോപണവുമായി ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം രംഗത്തെത്തിയതോടെ ലോക രാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾ ഉയരുകയാണ്. വെറും സൈനിക ഏറ്റുമുട്ടലല്ല ഇത്, മറിച്ചൊരു രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്ന ആരോപണം ഉയരുമ്പോൾ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം തീർച്ചയാണ്. ഇതിനോടകം തന്നെ യുദ്ധം, ഉപരോധം, സാമ്പത്തിക തകർച്ച, ജനകീയ പ്രതിഷേധങ്ങൾ എന്നിവ കൊണ്ട് വിറങ്ങലിച്ചിരിക്കുന്ന ഇറാൻ ഇപ്പോൾ അസ്തിത്വ പോരാട്ടം എന്ന വികാരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാനിൽ ഭരണകൂട അട്ടിമറി എന്ന ലക്ഷ്യം തന്നെയാണ് US-നും ഇസ്രയേലിനും ഇപ്പോഴും ഉള്ളതെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയമാണ് രംഗത്തെത്തിയത്. ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കുക, രാജ്യത്തെ വിഭജിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടാൻ ശത്രു മറ്റു മാർഗങ്ങൾ നോക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അവർ അക്കാര്യം തുറന്നു പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സൈനിക നടപടിയിലൂടെ അവർക്ക് വിജയം നേടാനായില്ല എന്നും മന്ത്രാലയം തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയെയും ലോകത്താകെയും പ്രതിസന്ധിയിലാക്കി ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം തീർക്കാനുള്ള കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഇറാനും US-നും ഇടയിൽ ആശയക്കുഴപ്പം തുടരവെയാണ് ഈ പ്രസ്താവന. ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ US-ഉം ഇസ്രയേലും ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ വിവരമുണ്ട്.